സ്വാഗതം ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഈ ചില കുത്തക മുതലാളിമാർ വരുത്തി വെച്ച നോട്ട് നിരോധനം ഇപ്പോൾ വലിയൊരു പൊല്ലാപ്പിലായി കിടക്കുകയാണ്. അവർ തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോട്ട് നിരോധിച്ച മട്ടിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. എന്താണ് താങ്കൾക്ക് വിലയിരുത്താനുള്ളത്? എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ജനുവരി 24-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലും ഫ്രണ്ട് പേജിൽ നോട്ട് നിരോധിച്ചിരിക്കുന്നു. ഡിജിറ്റൽ വഴിയേ ഉള്ളൂ. ഫെബ്രുവരി 1-ാം തീയതി റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു എന്ന് പ്രധാന വാർത്തയായിട്ട് മാതൃഭൂമിയിലും മനോരമയിലും ഫ്രണ്ട് പേജ് വന്നിരിക്കും. അത് വാർത്തയെന്ന വ്യാജേന കൊടുത്തിരിക്കുന്നു. മാർക്കറ്റിംഗ് ഫീച്ചറാണ്. മാർക്കറ്റിംഗ് എന്താണ് അതിനകത്ത് ഹെഡിങ് ഇട്ടിരിക്കുന്നത്? മാർക്കറ്റിംഗ് ഫീച്ചർ. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പരസ്യം. യഥാർത്ഥത്തിൽ സാധാരണ നാട്ടുമ്പുറത്തുകാർക്ക് പരസ്യമാണെന്ന് പറയുമ്പോഴേ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ആ വാർത്തയോട് ചേർന്നല്ല കിടക്കുന്നത്, മുകളിൽ മാറ്റിയിട്ടിരിക്കുന്നത്. അകത്തെ പേജിൽ കാണിക്കുന്ന ടൈറ്റിൻ്റെ മനോരമയിൽ നിന്നും മാതൃഭൂമി എഴുതിയതിൻ്റെ ആ ഭാഗത്ത് കാണിച്ചു. അപ്പം അത് വാർത്തയെന്ന വ്യാജേന ആളുകളെ പറ്റിക്കില്ലേ. അങ്ങനെ വന്നപ്പോൾ സത്യത്തിൽ ഈ മാധ്യമങ്ങളൊന്നും പത്രങ്ങളൊന്നും വായിക്കാത്ത അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം ഒരിക്കലും കൊറോണ വന്നതോടൊന്ന് കൈകൊണ്ട് പത്രം തൊട്ടാൽ കൊറോണ പകരും എന്നുള്ളതുകൊണ്ട് എല്ലാവരും നിർത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്താണ് ഇവർക്കിനി പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. മലന്ന് കിടന്ന് തുപ്പുന്ന പോലെ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടിരുന്നു, ഇത് മലന്ന് കിടന്ന് തുപ്പുന്ന പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ ഡിജിറ്റൽ വഴി ഇനി നോട്ട് മാറാൻ പറ്റുള്ളൂ. നോട്ട് കൈകൊണ്ട് നമ്മളില്ല ഫെബ്രുവരി 1-നെന്ന് പറയുമ്പോൾ ആകെ സംഭവിക്കുന്നു. അപ്പോൾ എനിക്കന്നേരം ഇത് വാർത്ത വായിച്ചപ്പോൾ ഒരു കാര്യം തോന്നി. അല്ല ജോമോനെ, ഇതിനകത്ത് സാധാരണക്കാരനെ മുഴുവൻ ഒരു ആശയക്കുഴപ്പത്തിൽ എത്തിച്ച കാര്യമാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിനകത്ത് ജോമോനെ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും? അല്ല, ഇടപെടാൻ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രതികരിച്ചല്ലോ. അല്ല, നിയമപരമായി നിയമപരമായും ഇടപെടാൻ പറ്റും. അത് ഇടപെടുന്നവരുണ്ട്, സത്യം ചെയ്യേണ്ടതാണ്. ഈ പത്രത്തിനെതിരെ മനോരമയും മാതൃഭൂമിയും പത്രത്തിനെതിരെ കേസ് കൊടുത്ത പത്രത്തിൽ പേര് വരികയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞരമ്പ് രോഗികൾ പ്രശസ്തിക്ക് വേണ്ടി പേര് കിട്ടാൻ നടക്കുന്നവർ കേസ് കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പം കേസ് വന്നേനെ. സത്യത്തിൽ ഇത് കേസ് കൊടുക്കാവുന്നത് തന്നെയാണ്. പോകൃത്തരമല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് വിജയനെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനകത്ത് മനോരമ വായിക്കുമ്പോൾ എന്താ കാണിച്ചിരിക്കുന്നു? വളരെ ബോധപൂർവമായ വൃത്തികേട് കാണിച്ചിരിക്കുക. എന്താണ്? ആ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം കാണിച്ച ഫ്രണ്ട് അകത്തൊരു യഥാർത്ഥ വാർത്തയുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ ഉള്ള വാർത്തയിൽ കാണിക്കുക 2000 ജനുവരി 24 തിങ്കളാഴ്ച എന്ന് കൊടുത്തിരിക്കുന്നു. ജനുവരി 24 തിങ്കളാഴ്ച അല്ല, ജനുവരി 24 വെള്ളിയാഴ്ചയാണ്. അപ്പം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയൊന്നും ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഈ ജനുവരി 24 എന്തായിരിക്കും? അപ്പം ഞാൻ അന്നേരം എനിക്ക് തോന്നി ജനുവരി 24 തിങ്കളാഴ്ചയല്ല വെള്ളിയാഴ്ചയെന്ന്. അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി പത്രം എടുത്തപ്പോൾ. അപ്പം താഴത്തോട്ട് ഒന്നുകൂടെ പോകുമ്പോൾ 2050-ലാണ്. ജനുവരി 24 2025 എന്നാണല്ലോ ഇപ്പോഴത്തെ ഡേറ്റ്. അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച 50-ആണ്. അപ്പം 25 വർഷങ്ങൾക്ക് വരാൻ പോകുന്ന 25 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവിക്കുന്നതിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 25 വർഷത്തിന് ആവശ്യമില്ല. നോട്ട് ഡിജിറ്റലാകുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു 10 വർഷം പോലും തികയണ്ട ഒരു പത്രവും ആരും വായിക്കാത്ത ഗതിയിലായി. ആ നിലയിലേക്ക് എത്തി. ജോമോൻ, ഇതിനകത്ത് ഒരു നിയമപരമായ നടപടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ സാധുതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വായനക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് പത്രം മേടിച്ചവനെ വഞ്ചിക്കുകയല്ലേ ചെയ്തു, അവനെ വഴിതെറ്റിക്കുകയല്ലേ. ഇതുമൂലം ഇത് ഡിജിറ്റൽ കൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ ആളുകൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടില്ലേ. ആ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് അവരെ മിസ്ലീഡ് ചെയ്യുകയല്ലേ, വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈ ബോധപൂർവം ചെയ്ത പണിയല്ലേ. പരസ്യം കിട്ടാൻ വേണ്ടി, പൈസയ്ക്ക് വേണ്ടി എന്ത് പോകൃത്തരം
അതെന്ന് പറഞ്ഞാൽ മൂന്നാം കട ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളുകൾ അനാശാസ്യത്തിന് പോകുന്നതിനേക്കാൾ തറയായിട്ടില്ല പൈസ കിട്ടി. ഇവർക്ക് ഇനിയും ഈ പത്രത്തിനൊക്കെ ഇനി ധാർമ്മികത പറയാൻ, പണത്തിന് വേണ്ടി വൃത്തികേട് കാണിക്കുന്നവരെ വിമർശിക്കാൻ എന്ത് ധാർമ്മികത അവർക്ക്? ഇവർ പൈസ മേടിച്ചിട്ടല്ലേ ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ ട്രെയിനിൽ പോകും, എറണാകുളത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പോകുന്നു, ജനശാബ്ദിക്ക് പോകുന്നു, അല്ലെങ്കിൽ വേണാടിന് പോകുന്നു. രാവിലെ പോകുമ്പോൾ ഞാൻ 2 പത്രം, സ്റ്റാൻഡിൽ 2 പത്രം കിട്ടുള്ളൂ, മാതൃഭൂമി മനോരമ. അത് മേടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ഷാൾ ഉണ്ടായിരുന്നു പത്രം കിട്ടുന്നത്. അത് നിർത്തിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. കൊറോണയ്ക്ക് ശേഷം 2018 നിന്ന് പോയതാണ്, ഇപ്പം ഇല്ല. ആ അപ്പുറത്ത് കടയിൽ 2 പത്രം മാത്രം കാണും. അത് മേടിച്ചുകൊണ്ട് ട്രെയിനിൽ കയറുമ്പോൾ ഒറ്റയാൾ, ഞാനത് മൊത്തം നോക്കാറുണ്ട്, ട്രെയിനിൽ ഒറ്റയാളുടെ ഈ പത്രമില്ല. ഞാൻ പണ്ടൊക്കെ നമ്മൾ ഒരു പത്രം മേടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ട്രെയിനിൽ അങ്ങോട്ട് ഇരിക്കുന്നതിന് മുമ്പ് കയ്യിലുള്ള പത്രങ്ങൾ അതിൻ്റെ ഒരു ഷീറ്റ് എടുക്കാൻ നോക്കും, നമ്മൾ പറയാതെ തന്നെ. ആ കാലമൊക്കെ മാറി. ഇപ്പോൾ ആരും നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ അരികിലിരിക്കുന്ന പത്രം ട്രെയിനിൽ വെച്ചാൽ ഒരാൾ പോലും പത്രം കൈകൊണ്ട് തൊടുന്നില്ല. എന്നോടിപ്പം ചെറിയാൻ പിലിപ്പ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പുള്ളി അന്ന് കൊറോണ കാലത്ത് പത്രമേ വായിച്ചില്ല, അവിടെ ഫ്ലാറ്റിൽ കൈകൊണ്ട് കൊറോണ കാലത്ത് പേടിച്ചിട്ട് വായിച്ചില്ല, 1 വർഷത്തോളം പത്രം വായിച്ചില്ലെന്ന് ചെറിയാൻ പിലിപ്പ് എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഗണേഷ് കുമാർ പറഞ്ഞു ഞാൻ പത്രമേ വായിക്കാറുള്ളത്. അത് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും അല്ല, അങ്ങനെയൊക്കെ പത്രം വലിയൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അത് സാധാരണക്കാരനെ പറ്റിച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും പറ്റിച്ചുകൊണ്ടാണ് ചെയ്തത്. അതിനെതിരെ വിശ്വാസ വഞ്ചനയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അവർ പൈസ കൊടുത്ത് പത്രം മേടിച്ച് അവരെ ചീറ്റ് ചെയ്യുകയില്ലേ ചെയ്തു. അപ്പോൾ കേരളത്തിലെ മുഴുവൻ പത്രങ്ങൾക്കും എതിരെ ജോമോൻ മുഴുവൻ പത്രം അല്ല, ജോമോൻ കൊടുക്കുന്നതിന് നിയമവശം ആലോചിക്കേണ്ട കാര്യം. ഞാൻ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല, വേറെ ആളുകളും ഉണ്ടല്ലോ, അത് വേറെ കാര്യം. അല്ല, അങ്ങനെ ആരെങ്കിലും സമീപിച്ചോ? അല്ല, ആരും ചേർത്തില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മുഴുവൻ പത്രം ഒന്ന് ഞാൻ പറയില്ല. കാരണം അല്ലല്ല, ദേശാഭിമാനിയിലില്ലായിരുന്നു, ദേശാഭിമാനിയിലില്ലായിരുന്നു. ദേശാഭിമാനി ഈ വൃത്തികേടിന് കൂട്ടുന്നില്ല. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ. ദേശാഭിമാനി ഇതിന് പൈസ കിട്ടാഞ്ഞിട്ടല്ല, അവർക്കൊരു അന്തസ്സുണ്ട്, അത് നിലനിർത്തണം എന്നുള്ളതുകൊണ്ട്. ഭീഷണം ഉണ്ടോ എന്നുള്ളതാണ്. ദേശാഭിമാനി മാത്രമേ ഇടാതെ ഉള്ളൂ, ബാക്കിയുള്ള കിട്ടുന്ന ആളാണ്. ഇപ്പം പത്രങ്ങളൊന്നും വായിച്ചിട്ട് ഇവിടുത്തെ ഈ സംഭവവാസങ്ങളൊന്നും ആളുകൾ ഇതിനകത്ത് നിയമപരമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പോകും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റാരെങ്കിലും അതുപോലും ആരും ചർച്ച ചെയ്തിട്ടില്ലെന്ന് മൈൻഡ് ചെയ്തിട്ടില്ല സത്യത്തിൽ. ഇതാളുകളെ ഇത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഇട്ടതല്ലാതെ വളരെ കുറച്ച് പേര് മാത്രമല്ലാതെ ഒന്നാമത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരും ഞാൻ മനസ്സിലാക്കി പറയാം, ഇതിൻ്റെ പേരല്ല. അവർ പത്രവും ഒന്നും വായിക്കുന്നില്ല. ന്യൂസും ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ കൂടെ കുറച്ച് നോക്കും. ടി വിയിൽ കൂടെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ന്യൂസ് ചാനലുകളിലെല്ലാം അങ്ങനെ വളരെ കുറച്ചാണ്. ഈ ചാനലുകളിൽ റിപ്പോർട്ടർമാരായിട്ടുള്ളവർ പോലും അവരുടെ ന്യൂസ് ലൈവായിട്ട് കൊടുത്തിട്ട് അവർ പോവുകയാണ്. അവരൊന്നും എല്ലാ ന്യൂസും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നിയമപരമായ നടപടികളിലേക്ക് വിശ്വാസവഞ്ചനയുടെ പേരിൽ ജോമോൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് എവിടെയാണ് പോകണം? കൺസ്യൂമർ കോർട്ടിലാണ് പോകേണ്ടത്, അല്ലാതെ പൊതുതാൽപര്യമല്ല. അത് കൺസ്യൂമർ കോർട്ടിലാണ് പോകേണ്ടത്. കൺസ്യൂമർ കോർട്ടിൽ പോയി എത്ര വർഷം കഴിഞ്ഞാണ് കേസിന് വിധി വരുന്നത്? കോടതിയിലേക്ക് അവസ്ഥ കണ്ടില്ലേ, വളരെ മോശമായി. ചോദ്യം ചെയ്യപ്പെടാൻ താങ്കളെ പോലുള്ള ഒരാളുണ്ട് എന്ന് ഞാൻ ഡെയിലി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആരും ചോദ്യം ചെയ്യപ്പെടാത്ത കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, പെൻഡിങ് കേസ് എൻ്റെ ഇരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഇതിനകത്തൊരു നിയമ സാധുതയുടെ കാര്യമാണ്. അതായത് അതിന് താഴെ അവർ പറയുന്നുണ്ട് ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ആ പരസ്യമാണ് കൊടുത്തതെന്ന് അന്നേരമൊന്നും പറഞ്ഞിട്ടില്ല, അവിടെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. പിറ്റോസാണ് പറഞ്ഞിരിക്കുന്നത്. പിറ്റോസ് മനോരമയിലുണ്ട്. ഈ പരസ്യം ചെയ്ത കമ്പനി തന്നെ പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരെ പറ്റിച്ചാണ്, അതിൻ്റെ ബോഹൃതരമാണ്. അങ്ങനെയാണോ വേണ്ടത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ എന്നാ പറയണം, ഞാനും എൻ്റെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഫെബ്രുവരി 1 മുതൽ മലയാള മനോരമ പത്രം നിർത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഞാനിത് പരസ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. അപ്പോൾ ഇവർക്ക് മാത്രമായോ? ഞാൻ എൻ്റെ പരസ്യമായിട്ട് പരസ്യം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? അതല്ല എൻ്റെ ശരി. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ മലന്ന് കിടന്ന് തുപ്പുകയാണ്. അവർക്കൊരു പത്രം എന്ന് പറഞ്ഞ മാധ്യമധർമ്മം ഇല്ലാത്ത അവസ്ഥയായി. ഇതൊന്നും ജനങ്ങൾ വായിക്കാത്ത അവസ്ഥയിലേക്ക്. മാധ്യമപ്രവർത്തകരെടുത്ത് ഇത് മുഴുവൻ വായിച്ചത് അറിയാമല്ലോ. അല്ല, അത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പറഞ്ഞു. അത് പുള്ളി പൊട്ടം കളിച്ച് പറഞ്ഞാണോ എന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ പലതും എന്നാ പറയണേ, പല ആളുകളും
സീതാറാം യെച്ചൂരി മരിച്ചതിന് പ്രകാശ് മരിച്ചെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റേ മിസ്റ്റേക്ക് പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയം. കെ മുരളീധരൻ തോറ്റതിന് ശേഷം മുരളീധരൻ മരിച്ചിവിടെ എത്തി, തൃശ്ശൂർ എത്തി എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥിരമായി അരുൺകുമാർ പറയുന്നതുകൊണ്ട് അരുൺകുമാറിന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്ക് സംശയം. അരുൺകുമാറിനും ഇതുപോലെ പരസ്യത്തിൽ നിന്ന് പണം കിട്ടിയോ എന്ന് സംശയമുണ്ടല്ലേ? അതൊക്കെ ഇത് നമ്മുടെ തടിവെട്ടുകാരൻ്റെ ചാനലല്ലേ അത്, ഒന്നും പറയണ്ടല്ലോ. മറ്റേ അവർക്ക് പൈസ കൊണ്ടല്ലേ അവർ ഇതൊക്കെ പിടിക്കും. പൈസ ഉള്ളവർക്കൊക്കെ വരാൻ ഒരു എന്തായാലും ജോമോൻ നിയമ നടപടികളുമായിട്ട് അല്ലെ കൺസ്യൂമർ കോടതി അത് നിയമപരമായി ആലോചിക്കേണ്ട വരും എന്നേ എനിക്കിപ്പം പറയാൻ പറ്റുള്ളൂ. ഇവിടെ പ്രതികരണം അല്ലെങ്കിൽ കേരളത്തിലൊന്നും ഇതൊന്നും ഈ പത്രങ്ങൾ വായിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂന്നും. ഇപ്പോൾ ഇവർ 50 വർഷത്തിനുള്ളിൽ 25 വർഷം കഴിയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ചന്ദ്രനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ആഴക്കടലിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഈ 25 വർഷം പോകണ്ട, 10 വർഷം തേകണ്ട, നമുക്കൊന്നും ആയുസ് അത്രയും കിട്ടിയില്ല. എനിക്ക് 56 വയസ്സായി. ഇപ്പം 10 വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു ധരിക്കുന്നില്ല. ഇപ്പം ഒരു ഷാഫി എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ 56 വയസ്സുള്ളൂ, എൻ്റെ പ്രായമുള്ളൂ. 56-60 നിങ്ങൾ വിജയനെന്നൊക്കെ പ്രായം അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ആയുസ് കൊണ്ട് കിട്ടണമെന്നേ ഉള്ളൂ. നമ്മളൊരു 5 വർഷമോ ഒക്കെ കഷ്ടിച്ച് ആയുസുള്ളൂ എന്ന് കൂട്ടി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ കാലത്തിന് മുമ്പ് തന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പത്രമൊക്കെ വായനയൊക്കെ നിൽക്കും. ഇപ്പം ഇത്രയും കാലം പോറ്റി വളർത്തിയ ഈ നമ്മളൊക്കെ പോറ്റി വളർത്തിയ കുത്തക മുതലാളിമാർ ഇവർക്ക് ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പുലർച്ചെ നമ്മളെ നന്നായി ഇപ്പം പത്രം എടുത്താൽ എന്താണ്, ആ ഫ്രണ്ടിലൊരു പേജ് വലിയ കമ്പനികൾ, കോർപ്പറേറ്റുകളുടെ കമ്പനി പരസ്യം മാത്രം. പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പറഞ്ഞാൽ വീട്ടിൽ കടിക്കുന്ന പട്ടി ഉണ്ടെങ്കിൽ ആരെങ്കിലും കള്ളന്മാർ കയറാതിരിക്കാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് കടിക്കുന്ന പട്ടി വാങ്ങിക്കാൻ തെറ്റില്ല. ഇത് പൈസ കൊടുത്തിട്ട് പരസ്യം വായിക്കാൻ വേണ്ടി നമ്മൾ പത്രം മേടിക്കേണ്ട അവസ്ഥയിലാണ്. എന്തിനാണ് പൈസ കൊടുത്തിട്ട് പത്രം വായിക്കുന്നത്? പരസ്യം വായിക്കാനാണോ? ന്യൂസ് വായിക്കാനല്ലേ? ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് അരിയിൽ നിന്ന് ആശാരത്തിൽ നിന്ന് പിന്നെയും മൂങ്ങുമെന്ന് പറഞ്ഞല്ലോ. പൈസ കൊടുത്ത് പത്രം മേടിച്ചിട്ട് അവസാനം ഇപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും നമ്മുടെ മനസ്സമാധാനം തകർന്നു പോകുന്ന വിധത്തിൽ ഇത് സത്യമാണെന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സമാധാനം ചിന്തിച്ച് പോലും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഒടുവിലൊരു പോയിൻ്റ് വിട്ടുപോയി പറയേണ്ടതുണ്ട്. ഞാൻ അപ്പോഴും ഈ വാർത്ത കണ്ടപ്പോൾ ഇവിടെ ചാനലുകാർ 1 മണിക്കൂറോ നിമിഷമോ കിട്ടിയാൽ മതി, ഇത് ബ്രേക്കിംഗ് വാർത്തയാണ്. അപ്പോൾ തലേദിവസം വരെ ഞാൻ ചാനലിൽ രാത്രി 11 മണി വരെ കണ്ടിട്ട് തുടങ്ങിയ ഞാൻ നേരം വെളുത്തിട്ട് ഇവിടെ നോട്ട് നിരോധനം ഉണ്ടായി, ഫെബ്രുവരി 1 മുതലുണ്ടായി എന്ന് വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ യഥാർത്ഥത്തിൽ. കാരണം ചാനലുകളിലേ ആദ്യം വരുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ചാനലുകളിൽ ഇത് വെടിക്കിട്ട് വാർത്തയല്ലേ. ചാനലുകളൊന്നും വരാത്തടത്ത് ഈ പത്രത്തിൽ വന്നപ്പം മണ്ടന്മാരാണ് ഇത് ചിന്തിക്കുന്നുള്ളൂ. എനിക്കൊരിക്കലും വിശ്വാസമായില്ല എന്നുള്ള ആ നിമിഷം തന്നെ സത്യസന്ധമായി എനിക്ക് മനസ്സിലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.